hello all. നമുക്കപ്പോ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. CBSE ക്ലാസ് 7ന്റെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. അതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഓഫ് മോഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ആൻഡ് കുറേ ക്ലാസ്സസിൽ മോഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കാണ്ട്, 9th പഠിക്കാണ്ട്, അതേപോലെ 11th കുറേ പഠിക്കാനുണ്ട്. ഓക്കെ, സോ 7th നമ്മൾ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. ഇറ്റ്സ് എ വെരി ഷോർട്ട് ആൻഡ് സ്വീറ്റ് ചാപ്റ്റർ. ആകെപ്പാടെ കുഞ്ഞ് ചില കോൺസെപ്റ്റ്സ് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അത് മേജർലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കണം. സോ ഈ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഹാവ് ടു ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ വേർഡ് അല്ലെ. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ കാണും? ഈ പറയുന്ന പോലെ ഒരു റേസിംഗ് കാർ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഈസ് മോഷൻ. നല്ല ഈ പറയുന്ന മറ്റേ എന്താ പറയാ, കുഞ്ഞു ഫിഷ് മൂവ് ചെയ്യുന്നത്, സ്വിമ്മിങ് ഇസ് മോഷൻ, ബേർഡ്സ് ഫ്ലൈയിങ് ഇസ് മോഷൻ, എർത്ത് റിവോൾവിംഗ് അറൌണ്ട് സൺ ഇസ് മോഷൻ, മൂൺ റിവോൾവിംഗ് അറൌണ്ട് എർത്ത് ഇസ് മോഷൻ. ഈ പറയുന്ന പോലെ വിൻഡ് അടിക്കുന്നത് മോഷനാണ്, തെങ്ങിന്റെ ഇലകൾ നീങ്ങുന്നത് മോഷനാണ്. അങ്ങനെ നമ്മുടെ ചുറ്റും കാണുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല, നമുക്ക് കണ്ണിന്റെ ഉള്ളിൽ കാണാൻ പറ്റാത്ത സാധനങ്ങൾ, ദാറ്റ് ഇസ് നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകളുടെ ഉള്ളിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അറ്റത്തിലും അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മുഴുവൻ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള മോഷൻസും there exist different kind of motions in the universe. Okay, അപ്പൊ ആ മോഷനെ പറ്റിയിട്ട് ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് വെറും തീക്കിരി ആയിട്ടുള്ള മോഷന്റെ കുഞ്ഞു കുഞ്ഞു ടേംസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ നൗ കമ്മിങ് ടു വെൻ ഡു വി സേ. അപ്പൊ മോഷൻ എന്ന് നമ്മൾ എപ്പോഴാ പറയാ? ഒരു ബോഡി എപ്പോഴാണ് മോഷനിൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റാം. ഒരു ബോഡി, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ സേ ഞാൻ എന്റെ റൂമിൽ നിന്നിട്ട് ഞാൻ പുറത്തേക്ക് നോക്കാണ്. അപ്പൊ എന്റെ കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്റെ കാർ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ക്യാൻ വി സേ ദ കാർ ഈസ് ഇൻ മോഷൻ? നോ, ഇറ്റ് ഹാസ് നോട്ട് ചേഞ്ച്ഡ് ഇറ്റ്സ് പൊസിഷൻ ഓവർ ടൈം. ടൈം മാറിയപ്പോ ഞാൻ ഇന്ന് 1 മണിക്ക് നോക്കിയപ്പോ ഏത് പൊസിഷനിലാണോ 5 മണിക്ക് നോക്കിയപ്പോഴും അതേ പൊസിഷനിലാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇസ് നോട്ട് മൂവിങ്. ഇഫ് എ ബോഡി ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് ഇൻ മോഷൻ അല്ലെ. സോ വെൻ ആൻ ഒബ്ജെക്ട് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടൈം പോകും തോറും ബോഡിയുടെ പൊസിഷൻ നീങ്ങുന്നുണ്ടെങ്കിൽ we can say that the object is in motion. If the position is not changing, then we say that the body is not in motion. It is as simple as that. So when the position of a car changes with time, we say that the car is moving അല്ലെങ്കിൽ car is in motion എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇനി ടൈപ്സ് ഓഫ് മോഷൻ എന്താണ്? ഒരു ചേട്ടൻ സ്ട്രെയിറ്റ് ലൈനിൽ ഓടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്കേറ്റിംഗ് ബോർഡിൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകണം, അങ്ങോട്ട് വളഞ്ഞു ഒഴിഞ്ഞു ഒന്നും പോകാൻ പാടില്ല. ഇപ്പോഴത്തെ മോട്ടോർ ബൈക്കുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജ്വിങ് 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 എന്ന് പോകുന്ന പോലെ ഒന്നും പോകാൻ പാടില്ല. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ, ഒരു മോഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ we say that to be a rectilinear motion. റെക്റ്റിലീനിയർ മോഷൻ. ഈ ബോൾ ഒക്കെ നിലത്ത് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ, ചുമ്മാ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് പോയില്ലേ, ആ സ്ട്രെയിറ്റ് ലൈനിനെ നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയും. ആ സമയത്ത് ബോൾ ഉരുളുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഉരുളുന്നതിനെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയും. സോ നമ്മൾ ഒരു ബോൾ ഉരുട്ടി വിടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് റെക്റ്റിലീനിയർ മോഷൻ ആസ് വെൽ ആസ് ഇറ്റ് ഹാസ് റൊട്ടേഷണൽ മോഷൻ. അതേസമയം ഒരു തേങ്ങ, ഓക്കെ, തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് ജുറെന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീഴാണെങ്കിൽ ബോളിന് താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സി, ദാറ്റ് ഇസ് എ റെക്റ്റിലീനിയർ മോഷൻ. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ മോഷൻസിനെ നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയും. നമ്മൾക്ക് മേജർലി 9th 11th റെക്റ്റിലീനിയർ മോഷനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് മോഷൻ, ഇഫ് യു സീ സർക്കുലർ മോഷൻ. ഓക്കെ, സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കിളിൽ കിടന്ന് കറങ്ങുന്നതിനെയാണ് സർക്കുലർ മോഷൻ എന്ന് പറയാം. എവിടേക്കാ സർക്കുലർ മോഷൻ ഉള്ളത്? ഇപ്പൊ ക്ലോക്കില് സെക്കൻഡിന്റെ സൂചിയുടെ അറ്റം എടുത്തു എന്ന് വിചാരിച്ചു, അതിങ്ങനെ കടന്ന് കറങ്ങും അല്ലെ, ഒന്നില്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് കിടന്ന് കറങ്ങും. സർക്കുലർ മോഷൻ. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ, ഇൻഫാക്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട്, അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം, ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മളൊരു കയർ കെട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് തിരിക്കില്ലേ, ദാറ്റ് ഈസ് എഗെയിൻ ആ ബക്കറ്റിന്റെ മോഷൻ ഇസ് എഗെയിൻ സർക്കുലർ മോഷൻ. എഗെയിൻ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത്, ഐ വുഡന്റ് സേ ഇറ്റ് ഇസ് എ സർക്കുലർ മോഷൻ, പക്ഷെ നിങ്ങളുടെ ലെവലിൽ സർക്കുലർ മോഷൻ എന്ന് പഠിച്ചാൽ മതി. ദാറ്റ് ഇസ് ഓൾസോ എ സർക്കുലർ മോഷൻ അല്ലെ. മൂൺ എർത്തിന് ചുറ്റും കറങ്ങുന്നത് എഗെയിൻ ഇസ് എ സർക്കുലർ മോഷൻ. റൊട്ടേഷണൽ മോഷൻ, ഒരു ആക്സിസിന് ചുറ്റും, ഇഫ് സംതിങ് മൂവ്സ് അറൌണ്ട് ആൻ ആക്സിസ്, അതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. അതായത് ഫാൻ ഉണ്ട് എന്ന് വിചാരിച്ചോ, ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. ഫാൻ ഉണ്ട് എന്ന് വിചാരിച്ചാൽ ആ ഫാനിന്റെ ഒരു ആക്സിസ് ഉണ്ട്, അതിന് ചുറ്റുമാണ് അതിന്റെ ബ്ലേഡ്സ് കറങ്ങുന്നത്. സോ വിൽ സീ ദാറ്റ് ഇൻ ജസ്റ്റ് എ സെക്കൻഡ്. നൗ അനദർ മോഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. ടിങ്
ടിങ് ടിങ് ഈ പെൻഡുലം എങ്ങനെ ആടുന്നത് ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു പീരിയഡ് റിപ്പീറ്റിംഗ് ദ സെയിം മൂവ്മെന്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ അല്ല ഇൻ എ ഷോർട്ട് ഒരു ഇന്റർവെല്ലില് ഇറ്റ് കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് അങ്ങനത്തെ മൂവ്മെന്റിനെയാണ് നമ്മള് പീരിയോഡിക് മൂവ്മെന്റ് പെൻഡുലം ഒക്കെ ഉള്ള മൂവ്മെന്റ് ചെയ്യുന്ന മൂവ്മെന്റിനെയാണ് പീരിയോഡിക് മൂവ്മെന്റ് എന്ന് പറയാം. സി there are other types as well. അതിൽ നമ്മൾ പഠിച്ചത് ഏതാ ലീനിയർ മോഷൻ അതിനെ തന്നെയാണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയാം. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ദിസ് ഇസ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ ഇസ് ഓൾസോ നോൺ ആസ് പീരിയോഡിക് മോഷൻ. ഒരു പീരിയഡിൽ ഡിങ് ഡിങ് ഇങ്ങനെ ആടി പോകുന്നതാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഇതാണ് നമ്മുടെ സർക്കുലർ മോഷൻ. ഓഫ് കോഴ്സ് ഈ സാറ്റലൈറ്റ് കണ്ട് ഏർത്തിന് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക. That is circular motion. പ്രദക്ഷിണം വയ്ക്കുന്നത് again is circular motion. And rotational motion എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ഉണ്ട്. ഇതാണ് നമ്മൾ പറയുന്ന ആക്സിസ് കണ്ടോ തൂക്കിയിട്ടിരിക്കുന്ന സാധനം. ആ ആക്സിസിന് ചുറ്റും ഈ ബ്ലേഡ്സ് കറങ്ങുന്നതിനെയാണ് റൊട്ടേറ്ററി മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ആൻഡ് ദർ ആർ അതർ കൈൻഡ്സ്. നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു വിട്ടിട്ട് ടിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുജു 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 എന്ന് പറഞ്ഞിട്ട് ആടില്ലേ, അത് അഗെയിൻ ഇസ് വൈബ്രേറ്ററി മോഷൻ. അപ്പൊ എന്തൊക്കെ മോഷൻസ് പറഞ്ഞു? വൈബ്രേറ്ററി മോഷൻസ്, ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഓഫ് ദ റബ്ബർ ബാൻഡ്. ഓക്കെ, അങ്ങനത്തെ സാധനം വൈബ്രേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ ഇസ് അഗെയിൻ നോൺ ആസ് പീരിയോഡിക് മോഷൻ, റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ്. അങ്ങനെ ചെയ്ത ഒരു ഇന്റർവെല്ലിൽ ഇഫ് ദ മോഷൻ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് അതിനെ നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയും. ഓസിലേറ്ററി മോഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പീരിയോഡിക് മോഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് നോക്കാൻ നമുക്ക് പഠിക്കാനുള്ളതിന്റെ റെക്റ്റിലീനിയർ മോഷൻ എന്താണ്? റെക്റ്റിലീനിയർ മോഷൻ ദ മോഷൻ പോസസ്ഡ് ബൈ എ ബോഡി വിച്ച് ഇസ് മൂവിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈനിൽ പോകുന്ന ബോഡിയുടെ മോഷൻ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയും. എക്സാമ്പിൾ, കാർ മൂവിംഗ് ഇൻ എ സ്ട്രേറ്റ് റോഡ്. ഓക്കെ, സ്ട്രേറ്റ് റോഡിൽ പോകുന്ന കാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയും. Circular motion, obviously the motion possessed by a body when it moves along a circular path. അതിനെ നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയും. പ്ലാനറ്റ് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ഓക്കെ, റൊട്ടേഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോഷൻ പോസസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് സ്പിൻസ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. ഒരു ഫിക്സഡ് ആക്സിസിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണെങ്കിൽ മോഷൻ പോസസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് സ്പിൻസ്. പമ്പരം ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ആ പമ്പരം ഒരു ആക്സിസിന് ചുറ്റുമാണ് കിടന്ന് കറങ്ങുന്നത്. ദാറ്റ് ഇസ് അഗെയിൻ എ റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, സോ റൊട്ടേഷൻ ഓഫ് ദ ഫാൻ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അതേപോലെ റൊട്ടേഷൻ ഓഫ് എർത്ത്. ഇതൊക്കെ റൊട്ടേഷൻ ഓഫ് എർത്ത് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് വരുന്ന പരിപാടി ഉണ്ടല്ലോ. മറ്റേത് റെവല്യൂഷൻ ആണ്, ഇത് റൊട്ടേഷൻ ഇങ്ങനെ കറങ്ങുന്ന സാധനം. അഗെയിൻ നമ്മളുടെ പമ്പരം ഇസ് ഓൾസോ വെരി ഗുഡ് എക്സാമ്പിൾ. പമ്പരത്തിന്റെ ഇംഗ്ലീഷ് എന്താണോ അതെനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും പമ്പരം ഇസ് ഓൾസോ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് റൊട്ടേഷണൽ മോഷൻ. നൗ കമ്മിങ് ടു പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് എന്താ? The motion which keeps repeating itself at regular intervals. Regular interval repeat ആയിക്കൊണ്ടേയിരിക്കുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ. സ്വിങ്, അതായത് ഊഞ്ഞാല് കളിക്കുമ്പോഴേക്കും മോളിൽ പോയി താഴെ വന്ന്. അതേപോലെ തന്നെ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. പണ്ടത്തെ അപ്പൂപ്പന്മാരുടെ ഒക്കെ അവിടെ ഒരു ക്ലോക്ക് ഉണ്ടാവും. ആ ക്ലോക്കിൽ ഇങ്ങനെ പെൻഡുലം അപ്പുറത്തോട്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പ്രായം ഉണ്ടെന്നല്ല അർത്ഥം. പക്ഷെ അങ്ങനത്തെ ഒരു ക്ലോക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇതിങ്ങനെ ആ പെൻഡുലം ഇങ്ങനെ കിടന്നാടും. ദ ടു ആൻഡ് ഫ്രോ motion of a simple pendulum, that is known as periodic motion. Okay, idellam why do we say that to be a periodic motion? Because the motion keeps on repeating itself after regular intervals. adine nammal periodic motion nu parayam. Now coming again to വേറെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മോഷൻ എന്താന്ന് പഠിച്ചു. രണ്ടാമത്തേത് നമ്മൾ എന്താ പഠിച്ചത്? ടൈപ്സ് ഓഫ് മോഷൻ എന്താന്ന് പഠിച്ചു. ഇനി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ പഠിക്കാൻ പോകുന്നത്. വെരി സിമ്പിൾ. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ പതുക്കെ പോകുന്നതാണ് സ്ലോ മോഷൻ. അതേസമയം ഫാസ്റ്റ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, ഈ മറ്റേ വില്ലന്മാരൊക്കെ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ തല ഇങ്ങനെ പോകുന്നത്. അതേസമയം ഫാസ്റ്റ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന സാധനം. ഇപ്പൊ ഒരു ദിവസം സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ദിവസം എന്താ പറയാ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ആണ് നടന്നാണ് പോയെന്ന് വിചാരിച്ചോ. അപ്പൊ മേ ബി യു ടുക്ക് ലൈക്ക് 20 minutes or 30 minutes ടു റീച്ച് ഇറ്റ്. അതേസമയം അടുത്ത ദിവസം പോയപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പട്ടി ഓടിച്ചു എന്ന് വിചാരിച്ചോ. പട്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതേ 2 കിലോമീറ്റർ നിങ്ങൾ 20 മിനിറ്റിലല്ല മറിച്ച് 10 മിനിറ്റിൽ കവർ ചെയ്യും അല്ലെ. ആ പട്ടി ഓടിച്ചതിന്റെ സ്പീഡില് അതിനേക്കാളും സ്പീഡിൽ നിങ്ങൾ ഓടിയിട്ട് അങ്ങനെ പോയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റിൽ കവർ ചെയ്യും. അപ്പൊ എപ്പോഴാണ് നിങ്ങൾക്ക് സ്പീഡ് കൂടുതൽ? പട്ടി ഓടിച്ചപ്പോ സ്പീഡ് കൂടുതൽ. നിങ്ങള് പാവം നടന്നു പോയി അല്ലെങ്കിൽ സൈക്കിളിൽ പോയി, വേറൊരാൾ കാറിൽ പോയി. ഒബ്വിയസ്ലി കാറിൽ പോയ ആളുടെ സ്പീഡ് കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ഈ സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒരേ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ഈ പറയുന്ന പോലെ സ്കൂളിലേക്ക് ഒരേ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ കുറവ് സമയം കൊണ്ട് കവർ ചെയ്തു. ആരെ സ്പീഡ് കൂടുതലുള്ള ആളാണോ സ്പീഡ് കുറവുള്ള ആളാണോ കുറവ് സമയം കൊണ്ട് കവർ ചെയ്യുക? ഒരേ ഡിസ്റ്റൻസ് കൂടുതൽ സമയം കൊണ്ട് കവർ ചെയ്ത 2 കിലോമീറ്റേഴ്സ് 20 മിനിറ്റ് വെച്ച് കവർ ചെയ്തു. 2 കിലോമീറ്റേഴ്സ് 10 മിനിറ്റിൽ കവർ ചെയ്തു. ആർക്കാ സ്പീഡ് കൂടുതൽ? 2 കിലോമീറ്റേഴ്സ് സെയിം ഡിസ്റ്റൻസ് കുറവ് സമയത്ത് കവർ ചെയ്ത ആൾക്കാണ് ഒബ്വിയസ്ലി സ്പീഡ് കൂടുതൽ അല്ലെ. 2 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ട് ഞാനൊരു കാറിൽ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് എത്തും. അതേസമയം 10 മിനിറ്റ് എടുക്കില്ല, എന്നാലും എക്സാമ്പിളിൽ വിചാരിച്ചോ. ഓക്കെ, 2 കിലോമീറ്റർ ഞാൻ നടന്നു പോയാൽ 20 മിനിറ്റ് എടുക്കും അല്ലെ. സോ ഒബ്വിയസ്ലി ദ ടൈം ഇസ് മോർ, സ്പീഡ് ഇസ് ലെസ്. Okay, the object which takes longer time to cover a certain distance, adine nammal slow aayittu move cheyunu parayum, while the other object which takes shorter time to cover the same distance, adine nammal fast aanennu parayum. Okay, so if you say if your school is at a distance of 5 kilometer ennittu nammal bicycle povaanu vichachu, bicycle poya 25 minutes eduthu ennu vicharicha, and school bus il poi kazhinja adine 10 minute edukkullu ennu vicharicha. അങ്ങനെയാണെങ്കിൽ ബൈസൈക്കിളിലാണ് കൂടുതൽ സമയം എടുക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ആർക്കാ സ്പീഡ് കൂടുതൽ? ഒബ്വിയസ്ലി ബസ്സിനായിരിക്കും സ്പീഡ് കൂടുതൽ. സോ ആരാണോ കുറവ് സമയം എടുക്കുന്നത്, ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ആരാണോ കുറവ് സമയം എടുക്കുന്നത് അവർക്ക് സ്പീഡ് കൂടുതലാണ് എന്ന് നമ്മൾ പറയും. Okay, so speed എന്ന് പറയുന്ന term നമ്മൾ ഇപ്പോഴാണ് introduce ചെയ്യുന്നത്. So speed, most convenient way to determine which of the two object is faster as compared faster എന്ന് നമ്മൾ ഏതാണ് സ്പീഡ് ഏതാണ് ഫാസ്റ്റ് ആയിട്ട് എത്താൻ പോണേ എന്ന് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് സ്പീഡ് എന്ന് പറയാം. സോ ദ മോസ്റ്റ് കൺവീനിയന്റ് വേ ടു ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ടു ഓബ്ജക്ട് ഇസ് മൂവിംഗ് ഫാസ്റ്റർ, അതെന്താണിത്? ഇറ്റ് ഇസ് ടു കമ്പയർ ദ ഡിസ്റ്റൻസ് മൂവ് ബൈ ദം ഇൻ യൂണിറ്റ് ടൈം വിച്ച് ഇസ് നോൺ ആസ് സ്പീഡ്. അപ്പൊ ഏതാണ് ഫാസ്റ്റ് ആയിട്ട് എത്തുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡും കൂടിയുണ്ട് വിച്ച് ഇസ് ദ മോസ്റ്റ് കൺവീനിയന്റ് വേ. ഒരു യൂണിറ്റ് ടൈമിൽ ഇയാൾ എത്ര ദൂരമാണ് കവർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എന്താ ചെയ്തെന്ന് ആലോചിച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, 2 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് എടുത്തു. 2 ഓബ്ജക്ട്സ് ഈ 2 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു, അവിടെ സമയമാണ് നമ്മൾ നോക്കിയത്. അതില് സമയം കുറഞ്ഞ ആൾക്ക് ഒബ്വിയസ്ലി സ്പീഡ് കൂടുതലാണെന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ നേരെ തിരിച്ചെടുക്കാൻ പോവാം. നമ്മൾ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാൻ പോവാം. ഓക്കെ, ഒരു യൂണിറ്റ് ടൈമിൽ, അതായത് ഒരു മണിക്കൂറിൽ, ഓക്കെ, ഒരു മണിക്കൂറിൽ നിങ്ങളും നടന്നു, അതേപോലെ വേറെ ഒരാള് സൈക്കിളിലും പോയി. ഓക്കെ, സൈക്കിളിൽ പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെ എത്ര ദൂരം നടന്നു, അതേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സൈക്കിളിൽ പോയ ആളെ എത്ര ദൂരം പോയി. Okay, now you are comparing the distance. Now tell me, distance കൂടുതലുള്ള ആൾക്ക് സ്പീഡ് കൂടുതലായിരിക്കോ ഡിസ്റ്റൻസ് കുറവുള്ള ആൾക്ക് സ്പീഡ് കൂടുതലായിരിക്കോ? ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കിയേ. ഒന്നും കൂടി പറയാം. ഡിസ്റ്റൻസ് ഞാൻ ഒരു മണിക്കൂർ ഞാൻ നടന്നു, അതേസമയം നിങ്ങൾ ഒരു സൈക്കിളിൽ ഒരു മണിക്കൂർ പോയി. ഓക്കെ, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയ ഡിസ്റ്റൻസും നിങ്ങൾ പോയ ഡിസ്റ്റൻസും മെഷർ ചെയ്ത് നിങ്ങൾ അത്യാവശ്യം സ്പീഡിലാണ് പോയത്, നിങ്ങളുടെ ഫുൾ ശക്തി ഉപയോഗിച്ചിട്ടുള്ള സ്പീഡിലാണ് പോയതെന്ന് വിചാരിച്ചോ കേട്ടോ. അപ്പോ ഒബ്വിയസ്ലി ആർക്കായിരിക്കും ഡിസ്റ്റൻസ് കവേർഡ് കൂടുതൽ? സൈക്കിളിൽ പോയ ആൾക്ക്. നൗ ടെൽ മീ, ആർക്കാണ് അപ്പൊ സ്പീഡ് കൂടുതൽ? ഡിസ്റ്റൻസ് കൂടുതലുള്ള ആൾക്ക് സ്പീഡ് കൂടുതലായിരിക്കും. ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? ഓക്കെ, രണ്ടെണ്ണം. നേരത്തെ നമ്മൾ ടൈമാണ് കൺസിഡർ ചെയ്തത് അല്ലെ. ടൈമിൽ എങ്ങനെയാ കൺസിഡർ ചെയ്തത്? ഒരേ ഡിസ്റ്റൻസ് ഞാൻ എത്ര സമയം എടുക്കുന്നു, കുറവ് സമയം എടുക്കുന്ന ആൾക്ക് കൂടുതൽ സ്പീഡ്. അതേസമയം ഇപ്പൊ നമ്മൾ എങ്ങനെയാ കമ്പയർ ചെയ്തത്? ഇപ്പൊ നേരെ തിരിച്ചാണ് കമ്പയർ ചെയ്തത്. എന്താ? ഡിസ്റ്റൻസ് ആണ് കമ്പയർ ചെയ്തത്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈം, ഒരു മിനിറ്റ് എടുത്തു. ഓക്കെ, ഒരു മിനിറ്റില് ഈ പറയുന്ന പോലെ 1 മിനിറ്റ് റേസ് ഒക്കെ ഇല്ലേ, 1 മിനിറ്റ് റേസിൽ 2 പേര് ബോൾ ഉരുട്ടി വിടും. ആ 1 മിനിറ്റ്, അല്ലെങ്കിൽ ആമയും മുയലും, ഒരു മിനിറ്റിൽ ആരാണ് മാക്സിമം ദൂരം കവർ ചെയ്യുന്നത് അയാൾക്കായിരിക്കും സ്പീഡ് കൂടുതൽ. അപ്പൊ എപ്പോഴും ആമയായിരിക്കും ജയിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു മിനിറ്റിൽ നമ്മൾ 2 പേരെയും നടത്തിവിടും. ആർക്കാണോ ഡിസ്റ്റൻസ് കൂടുതൽ അയാൾക്ക് സ്പീഡ് കൂടുതൽ, അതായിരിക്കും സംഭവം. അതേസമയം ടൈം കുറവ്, ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ടൈം കുറവുള്ള ആൾക്കായിരിക്കും സ്പീഡ് കൂടുതൽ. തിരിച്ചു മറിച്ചും ഒന്ന് എഴുതി വെച്ചോണം കേട്ടോ. Now coming to speed, okay, സ്പീഡിന്റെ ഫോർമുല ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അതൊക്കെ നമ്മൾ ഏത് ഉറക്കത്തിലും പറയേണ്ട ഫോർമുലയാണ് സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഒരു ഒബ്ജക്ട് ട്രാവൽ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുക. ഓക്കെ, ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് എ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
per unit time always means divided by distance travel by an object. Distance travel per unit time divided by time taken. Unit time means time taken. അതാണ് സ്പീഡിന്റെ ഫോർമുല. ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, അത് നമ്മൾക്ക് ഈ പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 1 hour ആവാം, അല്ലെങ്കിൽ 1 minute ആവാം, അല്ലെങ്കിൽ 1 second ആവാം. എന്ത് ടൈം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 1 എന്ന് പറയുന്നത് അതിൽ അവറോ മിനിറ്റോ അല്ലെങ്കിൽ സെക്കൻഡോ ഏത് എന്താ പറയാ, ഏത് ഡയമെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയാം കേട്ടോ. So if we know the distance covered by 2 buses, അപ്പൊ 2 buses 1 മണിക്കൂറിൽ പോയ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ് സ്ലോ ആയിട്ട് പോകുന്നത്, ഏതാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. സോ ദ ഫോർമുല എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ ഇപ്പൊ സേ ഒരു കാറിന് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യാം, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ദാറ്റ് വിൽ ബി മോർ കൺവീനിയന്റ്. ഓക്കെ, ഇഫ് ഒരു കാർ ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ കാർ സേ ട്രാവൽസ് 100 kilometers. ഓക്കെ, 100 kilometers in 2 hours. അപ്പൊ എന്താണ് ഇതിന്റെ സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ സ്പീഡ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഐ എം വെരി ബാഡ് അറ്റ് റൈറ്റിംഗ് ദിസ്. ഓക്കെ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് d ഡിവൈഡഡ് ബൈ ടൈം. ഓൾറൈറ്റ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്താന്ന് തന്നിട്ടുണ്ട്? വിച്ച് ഇസ് ഈക്വൽ ടു 100. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ട്. 100 ഡിവൈഡഡ് ബൈ, അയ്യോ അത് 100ന്റെ 0 ആണെന്നേ മനസ്സിലാവില്ല. 100 ഡിവൈഡഡ് ബൈ 2 അത് എത്രയാ? 50. അപ്പൊ 50 മാത്രം എഴുതി വെക്കാൻ പാടില്ല. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമിന് 100 ഡിവൈഡ് ബൈ 2 50 മാത്രം എഴുതാൻ പറ്റില്ല. കാരണം ടീച്ചറിന് അത് ചക്കയാണെന്നോ മാങ്ങയാണെന്നോ തേങ്ങയാണെന്നോ മനസ്സിലാവില്ല. ഇത് സ്പീഡാണെന്ന് പറയണമെങ്കിൽ വി ഹാവ് ടു യൂസ് കിലോമീറ്റർ. ഡിസ്റ്റൻസിന്റെ എന്താണ് ഇതെന്താ തന്നിട്ടുണ്ട്? 100 kilometer എന്ന് തന്നിട്ടുണ്ട് അല്ലെ, KM ഓളെ കിലോമീറ്റർ. പെർ ടൈമിന്റെ എന്താ തന്നിക്കണേ? അവേഴ്സിലാണ് തന്നിക്കണേ. സോ യു ഹാവ് ടു റൈറ്റ് കിലോമീറ്റർ പെർ അവർ, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു റൈറ്റ് ദ യൂണിറ്റ്സ് ആസ് വെൽ. കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന യൂണിറ്റും എഴുതണം. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇനി അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. നൗ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ? വാട്ട് ഇസ് യുവർ ആവറേജ് സ്പീഡ്? ഓക്കെ, ഹോൾഡ് ഓൺ. സോ വിൽ സി ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആവറേജ് സ്പീഡിന് വി ഹാവ് സംതിങ്. സേ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകാന്ന് വിചാരിച്ചോ. എറണാകുളം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 kilometers ആണ്. അപ്പൊ ആ 200 kilometers വി ക്യാൻ സേ 200 kilometers നമുക്ക് സ്ട്രേറ്റ് നല്ല ഒരു റോഡ് ഉണ്ട്. ആ റോഡിൽ കൂടി പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമുക്ക് നല്ല സ്പീഡിൽ 80 kilometers per hour സ്പീഡിൽ നമ്മൾ പൊക്കോണ്ടിരിക്കാം. Now you have to understand one thing. Okay, 80 kilometers per hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് ഓൾസോ ഐ വിൽ ടെൽ യു. 80 kilometer per hour which means what? ഒരു മണിക്കൂറിൽ per hour, ഒരു മണിക്കൂറിൽ 80 kilometers പോകും. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ 80 kilometers പോകും. 60 kilometer per hour means what? ഒരു മണിക്കൂറിൽ 60 kilometer പോകും. That is what we mean by 60 kilometer per hour. Okay, so say for example ഇനി നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. വാട്ട് ഇസ് ആവറേജ് സ്പീഡ്? അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ തൊട്ട് എറണാകുളം വരെ പോവുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ സേ 200 kilometer ആണ് റഫ്ലി എറണാകുളം വരെ ഉള്ളത്. അപ്പോ ഇവിടെ നിന്ന് നല്ല NH വന്നു. NHൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ബൈപ്പാസ് ഒക്കെ ഉണ്ട്. ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് ഒക്കെ, കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ അടിപൊളി ബൈപ്പാസ് ആണ്. സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കുഴി വന്നു. കുഴി വരുമ്പോഴത്തേക്കും നിങ്ങൾ അതേ സ്പീഡിൽ പോയില്ല. നിങ്ങൾ ഒബ്വിയസ്ലി ബ്രേക്ക് ഒന്ന് പിടിക്കും. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ ഒരു ബോധവും ഇല്ലാണ്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പിന്നെയും നമ്മൾ ബ്രേക്ക് പിടിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ലോറിക്കാരൻ വന്നു. ആ ലോറിക്കാരൻ പതുക്കെ പൊക്കോണ്ടിരിക്കുക. നമുക്ക് എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പീഡ് ഇത്തിരി കൂട്ടും. അതായത് നമ്മുടെ പോകുന്ന പോക്കിന്റെ ഇടയ്ക്ക് സ്പീഡ് കൂടും, ഇടയ്ക്ക് സ്പീഡ് കുറയും, തിരിച്ചും മറിച്ചും നടക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത് തിരിച്ച് നാട്ടിൽ എറണാകുളത്ത് എത്തിയിട്ട് ആൾക്കാർ ചോദിക്കും, ഓ നിങ്ങൾ എത്ര സ്പീഡിലാ വന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഓ ആലപ്പുഴയിലുണ്ടല്ലോ ഇന്ന കുഴിയിൽ എനിക്ക് 35 kilometer ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ലോറി വന്നപ്പോഴത്തേക്കും ഞാൻ ഓവർടേക്ക് ചെയ്തപ്പോഴത്തേക്ക് 85 kilometer ആയിരുന്നു. ഇന്ന് നമ്മൾ പറയില്ല. ഏതാണ്ട് my average speed was 60 kilometer per hour ലാണ് ഏതാണ്ട് വന്നേ.
എന്ന് നമ്മൾ പറയും. അതെങ്ങനെയാ നമ്മൾ പറയുന്നത്? വി യൂഷ്വലി കൺസിഡർ ആവറേജ് സ്പീഡ് വെൻ വി ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ഒരു മണിക്കൂർ കുറേ നേരം ട്രാവൽ ചെയ്തു, അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ആവറേജ്, ഒരു ആവറേജ് ആയിട്ടുള്ള സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഹൗ ഡു വി ഡു? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മണിക്കൂർ എത്രയാണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതായത് ഇവിടെ തൊട്ട് എറണാകുളം വരെ പോകാൻ 200 കിലോമീറ്റേഴ്സ് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് സെയിം ഞാൻ 4 മണിക്കൂറിൽ എത്തി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ my average speed is going to be 200 kilometer divided by total time, which is 4. 200 divided by 4 എന്ന് നമുക്ക് കിട്ടും, which is 50 kilometers per hour. ഇതിന്റെ അർത്ഥം എല്ലാ പോയിന്റിലും 50 kilometers per hour വന്നു എന്നല്ല, മറിച്ച് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എനിക്ക് 4 മണിക്കൂർ എടുത്തു. അതായത് എന്റെ ആവറേജ് സ്പീഡ് ഇസ് 50 കിലോമീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, വിച്ച് ഇസ് 200 ഡിവൈഡഡ് ബൈ 4, വിച്ച് ഇസ് 50 കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് എന്റെ ആവറേജ് സ്പീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വെൻ വി സേ 50 കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ വി ജനറലി കൺസിഡർ ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് കവേർഡ് ഇൻ 1 അവർ ഈസ് 50 കിലോമീറ്റേഴ്സ് എന്നാ പറയുന്നത്. ഇതിലെ എല്ലാ ഒരു മണിക്കൂറിൽ ഓരോരോ പോയിന്റിലും 50 കിലോമീറ്റേഴ്സ് ആണോ അല്ലയോ എന്നുള്ളത് ആസ് ഓഫ് നോ വി ആർ നോട്ട് ബോതേർഡ്. അപ്പൊ നിങ്ങളുടെ സ്റ്റേജിൽ ആവറേജ് സ്പീഡ് മാത്രമേ പഠിക്കാനുള്ളൂ. അതേസമയം നമ്മൾ കുറച്ചും കൂടി വലുതാവുമ്പോഴല്ലോ വി ഹാവ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, അങ്ങനെ കുറെ ടൈപ്പ് സ്പീഡ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഡിഫറൻഷ്യൽ സ്പീഡ്സ്, അങ്ങനെ ഇങ്ങനെ കുറെ ടൈപ്പ് സ്പീഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓൾറൈറ്റ്, so now tell me average speed ന്റെ കാര്യം കഴിഞ്ഞു. now coming to formula of speed, നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ഒന്നും കൂടി ഞാൻ ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇട്ടുന്നില്ല. ഫോർമുല ഓഫ് സ്പീഡ് എന്താണ്? സ്പീഡ് ഇസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. വി ആർ ഗോയിങ് ടു സീ കുറെ പ്രോബ്ലംസ് നോക്കണം കേട്ടോ. ഇതില്ലേ നമുക്ക് പ്രോബ്ലംസ് നോക്കിയാൽ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു തറവായിട്ട് കിട്ടുള്ളൂ. ഓൾറൈറ്റ്, സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 2 സാധനങ്ങൾ കൂടി, അതായത് യൂണിഫോം മോഷൻ എന്താണ്, നോൺ യൂണിഫോം മോഷൻ എന്താണ്. ഇതുവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മോഷൻ എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് മോഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ സ്പീഡിന്റെ കാര്യം പഠിച്ചു. സ്പീഡിൽ തന്നെ ആവറേജ് സ്പീഡ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നൗ കമ്മിങ് ടു യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. സോ ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്തായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. കമ്മിങ് ടു യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്ട് എപ്പോഴാണ് യൂണിഫോം മോഷനിൽ ആണ് എന്ന് നമ്മൾ പറയാം. യൂണിഫോം മോഷനിൽ ആണെന്നുണ്ടെങ്കിൽ okay, uniform motion means an object is moving in a straight line with constant speed. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും. okay, if the object is moving in a straight line with a constant speed, അതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും. okay, so ഇവിടെ ഈ ഒരു കേസിൽ മാത്രം ആവറേജ് സ്പീഡും ആക്ച്വൽ സ്പീഡും സെയിം ആയിരിക്കും. okay, എപ്പോഴാണ് യൂണിഫോം മോഷൻ എന്ന് പറയാം? സ്ട്രേറ്റ് ലൈനിൽ 2 കണ്ടീഷൻസ് ആണ്. ഒരെണ്ണം the object should be moving in a straight line. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് object should be moving with a constant speed. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ we say that the object is in a uniform motion. അതേസമയം നോൺ യൂണിഫോം മോഷൻ എപ്പോഴാ പറയാ? നമുക്ക് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാറൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്നല്ല പോകുന്നത്. നമ്മുടെ റോഡിലൊക്കെ വളഞ്ഞു പോകണം, തിരിഞ്ഞു പോകണം, ബൈക്കുകാർ വരുമ്പോഴത്തേക്കും ബ്രേക്ക് അടിക്കണം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അപ്പൊ we seldom find objects which are moving in a constant speed over long distances. so അതേപോലെ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നമുക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്നതൊക്കെ വളരെ റെയർ ആണ്. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നോൺ യൂണിഫോം മോഷൻ ആണെന്ന് പറയുന്നത്. ഒരെണ്ണം if it is not in a straight line, that also is there. if it is not in a straight line, we already say that it's in a non-uniform motion. ഇനി അഥവാ സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണെന്ന് വിചാരിച്ചോ, സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണ് പക്ഷെ സ്പീഡ് is vary, അങ്ങനെയാണെങ്കിലും we say that to be a non-uniform motion. so if the speed of an object moving along a straight line keeps changing, its motion is said to be non-uniform motion. okay, അപ്പൊ യൂണിഫോം മോഷൻ എന്താണെന്നും നോൺ യൂണിഫോം മോഷൻ എന്താണെന്നും പഠിച്ചു. alright, now coming to speedometer and odometer. സ്പീഡ് മെഷർ ചെയ്യാൻ നമ്മൾ കാറുകളിൽ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ഓഡോമീറ്റർ ഇസ് ദിസ് റെക്ടാംഗുലർ സ്റ്റഫ്. റെക്ടാംഗുലർ അല്ല, ഇത് റെക്ടാംഗുലർ സ്റ്റഫ് കേട്ടോ. ഈ റെക്ടാംഗുലർ സാധനം ഡിസ്റ്റൻസ് കാണിക്കാനായിട്ട് സംതിങ് വിച്ച് ഇസ് യൂസ് ടു മെഷർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഓഡോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ സ്പീഡോമീറ്റർ ഇസ് യൂസ് ടു മെഷർ സ്പീഡ് ആൻഡ് odometer is used to measure distance. all right, now coming to measurement
measurement of time. See, namakku whole concept is about speed allengi motion ne pattita. Motion ne allengi a speed ne influence cheyna, speed ne define cheyan vendite എത്ര ദൂരം പോയി, എത്ര സമയം എടുത്തിട്ടാണ് നമ്മൾ പോയത്, ആ എത്ര സ്പീഡിൽ പോയി, ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി ഓഫ് കോഴ്സ് ആക്സിലറേഷൻ പോലത്തെ സാധനങ്ങളുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, വെലോസിറ്റി പോലത്തെ സാധനങ്ങളുണ്ട്, ഡയറക്ഷൻ ഏതിലേക്കാണ് പോയി, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് എത്ര ദൂരം പോയി, എത്ര സമയം എടുത്തിട്ടാണ് പോയത്, ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ സമയം എങ്ങനെ മെഷർ ചെയ്യും? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? സമയം എങ്ങനെയാ മെഷർ ചെയ്യുക, ഡിസ്റ്റൻസ് എങ്ങനെയാ മെഷർ ചെയ്യുക? കാരണം സ്പീഡിന്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എങ്ങനെയാ മെഷർ ചെയ്യുന്നത്, അതേപോലെ സമയം എങ്ങനെയാ മെഷർ ചെയ്യുന്നത്. വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് സമയം. ഓക്കെ, സോ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്യൂറേഷൻ ഓർ മൊമെന്റ് ഇൻ വിച്ച് തിങ്സ് ഒക്കെ, എത്ര സമയത്തേക്കാണ് ഒരു സാധനം ഒക്കർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ടൈം എന്ന് പറയാം. ഡ്യൂറേഷൻ ഓർ മൊമെന്റ് ഇൻ വിച്ച് തിങ്സ് ഒക്കർ, അതിനെയാണ് നമ്മൾ ടൈം എന്ന് പറയാം. നമ്മളിങ്ങനെ സമയം മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വെച്ചിട്ട്, വാച്ചസ് വെച്ചിട്ട് ഒക്കെ ആണ് നമ്മൾ സാധാരണ ടൈം മെഷർ ചെയ്യുന്നത്. അതേസമയം പഴയ ആൾക്കാർക്കൊക്കെ ക്ലോക്ക് ഉണ്ടായിരുന്നില്ല, ബാക്കി ഒരു സാധനം വാച്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദേ ഫൗണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വെരി ബ്യൂട്ടിഫുൾ മെത്തേഡ്സ്, വെരി നാച്ചുറൽ മെത്തേഡ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ടൈം, അല്ലെ? അപ്പൊ സൺ റൈസസ് എവറി ഡേ മോർണിംഗ് ആൻഡ് സെറ്റ്സ് എവറി ഡേ ഈവനിങ്, അല്ലെ? അപ്പൊ ഒരു സൂര്യോദയം തൊട്ട് ഒരു സൂര്യാസ്തമയം വരെ, സൺറൈസ് തൊട്ട് സൺസെറ്റ് വരെ ഉള്ള സമയത്തിനെയാണ് നമ്മൾ ഡേ എന്ന് പറയാ, അല്ലെ? അല്ല, ഇൻഫാക്ട് സൺറൈസ് തൊട്ട് സൺസെറ്റ് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ പകൽ എന്ന് പറയാ. ഒരു സൺറൈസ് തൊട്ട് അടുത്ത ഹോൾഡ് ഓൺ, ഒരു സൺറൈസ് തൊട്ട് അടുത്ത സൺറൈസ് വരെയുള്ള സമയത്തിനെയാണ് ഡേ എന്ന് പറയാ, അല്ലെ? ഇൻഫാക്ട് നമ്മൾ സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ നൈറ്റ് 12 തൊട്ട് അടുത്ത നൈറ്റ് 12 വരെയാണ് ഒരു ദിവസം എന്ന് പറയും. ബർത്ത്ഡേ കേക്ക് രാത്രി 12 മണിക്ക് വിളിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ പറയുന്ന പോലെ രാത്രി 12 മണി തൊട്ട് അടുത്ത രാത്രി 12 മണി വരെ നമ്മുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അങ്ങനെ ഒരു ദിവസം എന്ന് പറയും. അതേസമയം ഒരു ഫുൾ മൂൺ തൊട്ട് നെക്സ്റ്റ് ഫുൾ മൂൺ വരെ ഒരു മന്ത് എന്ന് പറയും. അതേസമയം ഒരു റെവല്യൂഷൻ, കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു പോയിന്റ് എർത്ത് സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ സണ്ണിനെ റിവോൾവ് ചെയ്യാൻ ഒരു കംപ്ലീറ്റ് പ്രദക്ഷിണം, വിച്ച് ഇസ് ഒരു റെവല്യൂഷൻ കഴിയുമ്പോൾ വി സേ 1 year is over എന്ന് നമ്മൾ പറയും. ഇനി പല അതേപോലെ ഏൻഷ്യന്റ് ആൾക്കാർക്ക് ദേ ഹാഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിവൈസസ് ആസ് വെൽ, കേട്ടോ. വേറെ ഇൻജീനിയസ് ആയിട്ടുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വിച്ച് ഇസ് പെൻഡുലം ക്ലോക്ക്, അതുപോലെ സൺ ഡയൽ, അതൊക്കെ ഇവിടെ കിടക്കണം. ഇതാണ് നമ്മുടെ സൺ ഡയൽ എന്ന് പറയുന്ന സാധനം. അതായത് ഇതിന്റെ ഷാഡോ വെച്ചിട്ടാണ് അവർ സമയം അളക്കുന്നത്. സൺ ഡയൽ മെഷേഴ്സ് ദ ടൈം by the position of the shadow which is cast by the sun. അതേസമയം സാൻഡ് ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സാൻഡ് നിറച്ചിട്ടുണ്ടാവും, അത് താഴോട്ട് വീഴുന്ന സമയം. ഓക്കെ, അത് വെച്ചിട്ടാണ് സാൻഡ് ക്ലോക്ക് മെഷർ ചെയ്യുക. ഒരു ഗ്ലാസ് ബൾബിൽ നിന്ന് ഇനി ഒരു ഗ്ലാസ് ബൾബിലേക്ക് എത്ര സമയം എടുക്കുന്നുണ്ട്, ദാറ്റ് ഇസ് ദ മെഷർ ഓഫ് ടൈം അഗൈൻ. അതുപോലെ തന്നെ വാട്ടർ ഡ്രിപ്പ് വാസ് ദേ, വാട്ടർ ക്ലോക്ക് വാസ് ദേ. ഇതേപോലെ വെള്ളം വന്ന് വീഴും, അത് ഡ്രിപ്പ് ചെയ്ത് താഴേക്ക് വീഴും. അങ്ങനെ ഈ വെള്ളം ഇതിന്റെ മെഷർമെന്റ് ഒക്കെ വെച്ചിട്ടാണ് അൾട്ടിമേറ്റ്ലി വാട്ടർ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, now there was another thing, simple pendulum, കേട്ടോ. സിമ്പിൾ പെൻഡുലം ആണ് ആക്ച്വലി റിസ്റ്റ് വാച്ചസിനൊക്കെ അതിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഗലീലിയോ ആണ് അവസാനം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ സിമ്പിൾ പെൻഡുലത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there is ഒരു കുഞ്ഞ് മെറ്റൽ ബോൾ ഉണ്ടാവും, കേട്ടോ. അതിനെയാണ് നമ്മൾ ബോബ് ചേട്ടൻ എന്ന് വിളിക്കുന്നത്, ബോബ്. ഓക്കെ, സിമ്പിൾ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ മെറ്റൽ ബോബ് വിച്ച് ഇസ് നോൺ ആസ് എ ബോബ്. ആ ബോബിനെ നമ്മൾ എങ്ങനെ കെട്ടിത്തൂക്കിയിടും? ഇറ്റ് ഇസ് സസ്പെൻഡഡ് വിത്ത് എ ലോങ് ത്രെഡ്. ഓക്കെ, ഈ ലോങ് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിജിഡ് സപ്പോർട്ട് കൊടുക്കും. ആൻഡ് നൗ ഒരു റിജിഡ് സപ്പോർട്ടിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവും, കേട്ടോ. ഈ ബോബിനെ നമ്മൾ എന്നിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇത് ജുങ് ജുങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതിനെ നമ്മൾ പീരിയോഡിക് മോഷൻ എന്നും പറയും, ഓസിലേറ്ററി മോഷൻ എന്നും പറയും. ഓക്കെ, ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ദ പെൻഡുലം is an example of periodic motion as well as oscillatory motion. ഗലീലിയോ ആണ് പെൻഡുലത്തിനെ ആദ്യമായി പഠിച്ച പുള്ളിക്കാരൻ. ഓക്കെ, പെൻഡുലം എന്ന് പറയുന്നത് ഇതിലെ കുറെ പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് എഫ് ആണ്. ദിസ് ഇസ് ദ ബോബ്. ഓക്കെ, ബോബ് എന്ന് പറയുന്ന, ബോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ പേര് പോലെ ഇല്ലേ. ഇപ്പൊ
Bob Chetanara, metal ball, and this is a long thread, and this is a rigid support. Same mean position is F in the vijarja. Okay, ninga text lo O nengana thanekana, but it doesn't matter. You can use any kind of alphabets. Appo mean position F aanu vijarja, and nammal tattumboythekkum say tatti kazhiyumbodhekkum it goes to one extreme position D, then it goes to the other extreme position E, and come back to F. Okay, angane vijarjo. Okay, appadana നമ്മൾ ഇങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ വന്ന് ഇങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വന്നു അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ കഴിഞ്ഞു എന്ന് നമ്മൾ പറയാം. The pendulum is said to complete one oscillation. ഒരു oscillation എപ്പോഴാ കഴിഞ്ഞു എന്ന് പറയുന്നത് if it moves from the mean position to the extreme position D and then to the extreme position E and then back to F, we say that one oscillation is done. We can also say like ഇവിടെ നിന്നാണ് നമ്മൾ വിടുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നിട്ട് ഒരാൾ പിടിച്ചു. ഓക്കെ, അയ്യോ ആളെ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരാൾ തള്ളി, അപ്പൊ ഡിയിൽ നിന്നും പോയി ഇ വരെ പോയി എന്നിട്ട് തിരിച്ച് ഡിയിലേക്ക് വന്നു. വൺ ഓസിലേഷൻ ഇസ് ഓവർ. ഇവിടെ നിന്ന് ഒരാൾ തള്ളി, ഇയിൽ നിന്നും ഡി പോയി ഇയിലേക്ക് വന്നു. Then also we say that one oscillation is over എന്ന് നമ്മൾ പറയും. Okay, so all these things are there. Okay, അപ്പോൾ this is ഒരു oscillation is very very important. എപ്പോഴാണ് ഒരു oscillation കഴിയുന്നതെന്ന് നമ്മൾ അറിയണം. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ടൈം പീരീഡ് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ട്വിസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ടൈം ടേക്കൺ ബൈ ദ പെൻഡുലം ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ, അതിനെയാണ് ടൈം പീരീഡ്. എത്ര സമയം കൊണ്ട് ഇപ്പൊ ഞാൻ ഡി നിന്നാണ് റിലീസ് ചെയ്യുന്നത് വിചാരിച്ചോ, ഡി ടു ഇ പോയി ഇന്ന് തിരിച്ച് ഡി വരെ വന്നു, ഇതാണ് ഒരു ഓസിലേഷൻ. ഇങ്ങനെ ഒരു ഓസിലേഷൻ തീർക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? ഓക്കെ, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. അതിനെയാണ് ടൈം പീരീഡ് എന്ന് പറയാം. The time taken by the pendulum to complete one oscillation, that is known as the time period. So time period of a pendulum ഉണ്ടല്ലോ, അത് എന്തിനാ അത് ഞാനൊരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ. സോ ഇഫ് യു സീ ഇത് നോക്കിയ ഈ ഒരു സാധനം കണ്ടോ, ഈ ബ്ലൂ കളർ പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത് ഒരു ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, ഇത് പോയി തിരിച്ച് വന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ടൈം പീരീഡ്, ഇതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. സോ ഇഫ് യു സീ ഇതിന് ഓരോന്നിനും വേറെ ടൈം പീരീഡ് ഉണ്ട്. അതേസമയം ഇതിന്റെ ഈ പൊസിഷൻ നോക്കിക്കോണേ, ഇതാണ് മീൻ പൊസിഷൻ. ഓക്കെ, ഇതാണ് മീൻ പൊസിഷൻ. ഇഫ് യു സീ എല്ലാവരും മീൻ പൊസിഷനിൽ ഒരേ സമയത്താണ് എത്തുന്നത്. എല്ലാവരും മീൻ പൊസിഷനിൽ ഒരേ സമയത്താണ് എത്തുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്താ? ഇതിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ്. ഇതിന്റെ എല്ലാ സ്ട്രിങ്സിന്റെയും ലെങ്ത് ഡിഫറെന്റ് ആണ്. അതേസമയം ഇതിന്റെ എല്ലാ സ്ട്രിങ്സിന്റെയും ലെങ്ത് സെയിം ആണ്. സോ ഇഫ് യു സീ ദിസ് ലെങ്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് സെയിം ടൈം പീരിയഡ്. സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ് അല്ലെ. അപ്പൊ ലെങ്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ടൈം പീരീഡ് ഉള്ളത്. ഓക്കെ, time period of a pendulum depends on its length. ലെങ്തിനാണ്. അപ്പൊ ഒരേ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് ലെങ്ത് ഓഫ് ദ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം അതും കൂടി പറയണമല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു പെൻഡുലം ഉണ്ടെന്ന് വിചാരിച്ചോ. പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിജിഡ് സപ്പോർട്ട്. ഈ റിജിഡ് സപ്പോർട്ട് തൊട്ട് സെന്റർ ഓഫ് ദ ബോബ്, ഓക്കെ, പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് സെന്റർ ഓഫ് ദ ബോബ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് നമ്മൾ പറയാം. സോ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം എന്തിനെ അനുസരിച്ചിരിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത്. ഓക്കെ, ഇങ്ങനെ ഒരു രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ് അടുത്ത പെൻഡുലം, ഇവർക്ക് രണ്ടുപേർക്കും വേറെ ടൈം ആയിരിക്കും ഉണ്ടാവുക. അതേസമയം സെയിം ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സെയിം ടൈം പീരീഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, നൗ ഈ ഒരു ഗലീലിയോ എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴത്തേക്കും ഗലീലിയോ എക്സ്പെരിമെന്റഡ് വിത്ത് വേരിയസ് പെൻഡുലംസ് കേട്ടോ. കുറെ പെൻഡുലം വെച്ചിട്ട് പുള്ളിക്കാരൻ എക്സ്പെരിമെന്റ് ചെയ്തു. ആൻഡ് he founded a lot of things about pendulum. Okay, so now what happened? Galileo എന്താ കണ്ടുപിടിച്ചത്? He again founded that പെൻഡുലത്തിന് സെയിം ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരേ സമയമാണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പെൻഡുലം ക്ലോക്ക് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, അതേപോലെ വൈൻഡിങ് ക്ലോക്ക്, ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്ലോക്സ്, റിസ്റ്റ് വാച്ചസ് ഒക്കെ ദേ ആർ മൈനർ റിഫൈൻമെന്റ്സ് ഓഫ് പെൻഡുലം ക്ലോക്സ്. ഓക്കെ, ഇപ്പൊ നമ്മള് നൗഡേയ്സ് മോസ്റ്റ് ക്ലോക്സ് അല്ലെങ്കിൽ വാച്ചസിന് എന്തെല്ലാം വെച്ചാൽ ദേ ഹാവ് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ് ഉള്ളത് കേട്ടോ. ഒന്നോ രണ്ടോ സെല്ലുകളില്ല, സെല്ല് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ബാറ്ററീസ് കേട്ടോ, ഒന്നോ രണ്ടോ സെല്ല്
സെല്ലുകളുള്ള കുഞ്ഞ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ് ഉള്ളത്. സോ ഈ ക്ലോക്സിന് നമ്മൾ ക്വാർട്സ് ക്ലോക്സ് എന്നാണ് പറയാ. ഇവിടെ the time measured by the quartz clock is much more accurate than that by the clocks earlier. Okay, quartz എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, ഒരു സംഭവം ഉണ്ട് കേട്ടോ, എലമെന്റ്. അത് വെച്ചിട്ട് ഇൻഫാക്ട് സിലിക്കൺ ഡയോക്സൈഡ് ഒക്കെ വെച്ചിട്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നത്, ക്വാർട്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിന് ചെറിയ കംപ്രസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു കംപ്രഷൻ വരും. അത് വെച്ചിട്ടാണ് ടൈം വരുന്നത്. വി ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ഓൾ ദീസ് തിങ്സ്. ക്വാർട്സ് വെച്ചിട്ടാണ് ബേസിക്കലി ഇലക്ട്രിക് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്, ഇപ്പോഴത്തെ റിസ്റ്റ് വാച്ചസും ക്ലോക്കുകളും ഒക്കെ. All right, so nowadays most of the clocks and watches have electric circuit with one or more cells. Okay, battery ഉണ്ടല്ലോ, ബാറ്ററി വെച്ചിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ വാച്ചസ് വർക്ക് ചെയ്യുന്നത്. സോളാർ ബാറ്ററി, സോളാർ സെല്ലുകളിലുള്ള സംഭവങ്ങളുണ്ട്. അതേപോലെ ഡിജിറ്റൽ ക്ലോക്സ് ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഇലക്ട്രോണിക് ക്ലോക്കുകൾ കുറെ അധികം വരാൻ തുടങ്ങി. സോ ദേ ഡോണ്ട് യൂസ് ക്വാർട്സ് എനിമോർ. സോ ബട്ട് ദെൻ ക്വാർട്സ് ക്ലോക്സ് എന്ന് പറയുന്ന കുറെ കൂടി അക്യുറേറ്റ് ആണ് ദാൻ ദ പെൻഡുലം ക്ലോക്സ്. ഓക്കെ, വാട്ട് ആർ ദ യൂണിറ്റ്സ് ഓഫ് ടൈം? സെക്കൻഡ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് യൂണിറ്റ് കേട്ടോ. SI യൂണിറ്റ് ഇസ് സെക്കൻഡ്. അതിനെ S എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സെക്കൻഡ് ഇസ് എ ബേസിക് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ മെഷറിംഗ് ടൈം. ആൻഡ് അതിനെ നമ്മൾ S വെച്ചിട്ടാണ് ചെയ്യാം. ഓക്കെ, റെഫർ ചെയ്യുന്നത്. നൗ ലാർജർ യൂണിറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത് മിനിറ്റ് അല്ലെങ്കിൽ hour. അപ്പൊ യു ഹാവ് ടു സ്റ്റഡി ദ കൺവേർഷൻ ആസ് വെൽ. 1 hour എന്ന് പറയുന്നത് 60 minutes ആണ്, 1 minute എന്ന് പറയുന്നത് 60 seconds ആണ്. നൗ ടെൽ മീ 1 hour എത്ര സെക്കൻഡ്സ് ആണ്? അപ്പോ 1 hour എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആയിരിക്കും ഉണ്ടാവുന്നത്? ടെൽ മീ ദാറ്റ്. 1 hour എന്ന് പറഞ്ഞാൽ അവറിനെ 1 hour is equal to, നമുക്ക് ആദ്യം നമ്മൾ അതിനെ മിനിറ്റിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് 60. എന്നിട്ട് ഓരോ മിനിറ്റിനെയും സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ 60 into 60 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 3600 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 3600 seconds. 1 hour is equal to 3600 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന പോലെ എല്ലായിടത്തും നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് സെക്കൻഡ്. അത് കാരണം ഞാൻ എല്ലായിടത്തും സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എത്ര കാലമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 1,36,467 seconds ആണ് ജീവിച്ചതെന്ന് നമ്മൾ ആൻസർ പറയോ? പറയില്ല. ഒബ്വിയസ്ലി നമ്മൾ എങ്ങനെ ആൻസർ പറയാം? നമ്മുടെ ഏജ് ഓക്കെ 11 years അല്ലെങ്കിൽ 12 years 37 days എന്നായിരിക്കും ആൻസർ പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഓരോന്നും അതിനനുസരിച്ചിട്ടാണ് പറയാ. അതേസമയം ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ സ്കൂളിലേക്ക് പോകാൻ എത്ര സമയം എടുത്തു? ഞാൻ ഈ കാൽ വർഷമാണ് എടുത്തത് എന്ന് നമ്മൾ ആൻസർ പറയോ? നോ, വി ജനറലി ഡോണ്ട് യൂസ് ഇറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ മിനിറ്റ്സ് ആയിരിക്കും. അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ ദ നീഡ്, അല്ലെ? ഏതാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. സെക്കൻഡ് ആയിരിക്കാം, ഡേ ആയിരിക്കാം, അവർ ആയിരിക്കാം, മിനിറ്റ് ആയിരിക്കാം, മന്ത് ആയിരിക്കാം, ചിലപ്പോൾ ഇയർ ആയിരിക്കും. അങ്ങനെ പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് യൂണിറ്റ്സ് ഓഫ് ടൈം ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ 1 day again is equal to 24 hours എന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. 1 month എന്ന് പറയുന്നത് 31 days അല്ലെങ്കിൽ 29 days, 28 days. 1 year എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 12 month ആണ് എന്ന് നമ്മൾ അറിയണം. അതേപോലെ ടെക്സ്റ്റിൽ ഒരു നല്ല സാധനം തന്നിട്ടുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതിൽ നോക്കി, the time taken in saying aloud 2001 is nearly 1 second. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സോ വെരിഫൈ ഇറ്റ് ബൈ കൗണ്ടിങ് aloud 2001 തൊട്ട് 2010 വരെ കൗണ്ട് ചെയ്തിട്ട് എത്ര സെക്കൻഡ് എടുക്കുന്നു എന്ന് നോക്കാം. സോ ഒബ്വിയസ്ലി 2001 to 2010 മീൻസ് 10 numbers ഉണ്ട്. ആ 10 number ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? ഒരു സെക്കൻഡിന്റെ സമയം, അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഇത് നോക്കിക്കോ, ഒരു മിനിറ്റില് 72 times ആണ് ഹെൽത്തി ഹാർട്ട് അടിക്കുന്നത്. അപ്പൊ 10 സെക്കൻഡിൽ എത്ര പ്രാവശ്യം അടിക്കും? 12 times ആയിരിക്കും അടിക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡില് എത്ര പ്രാവശ്യം അടിക്കും? 1.2 times. ഒരു ഹാർട്ട് ബീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സെക്കൻഡ് ആണ്, ഏതാണ്ട് ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു ഹാർട്ട് ബീറ്റ് ഇസ് 1 second. ഓക്കെ, അതേപോലെ 2001 to 2010 വരെ എടുത്തിട്ട് ആ ഒരു സെക്കൻഡ് ടൈം നിങ്ങൾക്ക് തനിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കൂടിയിട്ട് നോക്കണം കേട്ടോ. സോ ഇറ്റ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഐ റിയലി ലവ്ഡ് ഇറ്റ് when I read it. Okay. ഈ കഥയും പറഞ്ഞുതരാം. ഈ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. നമ്മുടെ ഗലീലി പുള്ളിക്കാരന്റെ ഭയങ്കര ഫേമസ് സയന്റിസ്റ്റ് ആട്ടോ. കുറേ കാര്യങ്ങൾ അപ്പോഴത്തെ നോംസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഗലീലി കേട്ടോ. പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പുള്ളിക്കാരൻ ഈ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിച്ചതിന്റെ ഡിസ്കവർ ചെയ്തതിന്റെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗലീലിയോ ഒരു ദിവസം പള്ളിയിലിരിക്കുകയായിരുന്നു. പള്ളിയിലിരുന്നിട്ട് പള്ളിയുടെ സെർമോൺ കേൾക്കുന്നതിനേക്കാളും പുള്ളിക്കാരന് ഇഷ്ടം ഈ പറയുന്ന പോലെ ലാമ്പിനെ നോക്കാനും അപ്പുറത്ത് നോക്കാനും കാറ്റടിക്കുന്നത് നോക്കാനും ഒക്കെയാണ് താല്പര്യം. അപ്പൊ ഒബ്വിയസ്ലി പുള്ളിക്കാരൻ ലാമ്പിനെ ഇങ്ങനെ സീലിംഗ് ലാമ്പിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നെ. സീലിംഗ് ലാമ്പ് എന്ന് പറയുന്നത് ഒരു ചെയിനിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ലാമ്പായിരുന്നു. അതിങ്ങനെ പതുക്കെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരനെ നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ പൾസ് ബീറ്റ് ആ ഇന്റർവെല്, ആ ലാമ്പ് ആടുന്ന ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അത് ആടുന്ന ഇന്റർവെല്ലും സെയിം ആണ്. എന്നിട്ട് ഗലീലിയോ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പല 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 പെൻഡുലംസും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഹി വെരിഫൈഡ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്നിട്ട് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് a pendulum of a given length ആണെന്നുണ്ടെങ്കിൽ always it takes the same time to complete one oscillation. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സെയിം ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ടേക്ക് വൺ സെയിം ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് എടുക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഈ ഒബ്സർവേഷൻ വെച്ചിട്ടാണ് വൈൻഡിങ് ക്ലോക്സും റിസ്റ്റ് വാച്ചസും ബാക്കി എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുന്നത്. Okay, see how observation is very, very important. You have to always observe. Don't just listen to all kind of teachings. You have to observe around. You'll find a lot of fascinating things. Now coming to units of speed. So we'll take up units of speed in the next video. Okay, everybody.